പൊട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു. ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. പ്രായം കൊണ്ട് ഒരുപാട് സീനിയേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി എല്ലാരും കഥച്ചേക്കൊന്ന് അവരെ കൂടെ. പ്രായം കുറച്ചായെങ്കിലും ഞാനിവിടെ വന്നപ്പോ ഒരു കോളേജ് റീയൂണിയൻ തീമിലൊരു പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചു. കോളേജ് എന്ന് പറയുമ്പോൾ ഈ മുഖത്തൊരു കളർ ലക്ഷണം വരുന്നുണ്ടല്ലോ. ആരെങ്കിലും പറയാറുണ്ടോ ഈ കളർ? അത് ജന്മനുള്ളതാ. ആണോ? പലരും പറഞ്ഞിട്ടുണ്ടോ? കോളേജല്ല, സ്കൂളിലോട്ട്. അല്ല, ഈ സൈനിക് സ്കൂളിൽ പഠിക്കുമ്പോഴും ഈ കളർ ലക്ഷണം ഒക്കെ പുറത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, പറ്റിയിട്ടില്ല. ഓ, അതിന്റേതായിട്ടുള്ള ഒരു കുറ്റബോധം ഉണ്ടോ? ബോയ്സ് സ്കൂൾ ആയിരുന്നല്ലോ. ശരി, അപ്പൊ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ആ കുറ്റബോധങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ്ലി ഇന്ന് അലമ്പാനുള്ള ഒരു അവസരമാണ് സ്റ്റാർ മാജിക് എന്ന് പറയുമ്പോൾ. ഇവിടെ ബെല്ലും ബ്രേക്ക് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. എല്ലാവരുടെ അടുത്തും സുഗല്ലേ സുഗല്ലേ സുഗല്ലേന്ന് ചോദിച്ചപ്പോ ഒരാളുടെ സുഗല്ലേ മാത്രം ചെറുതായിട്ട് ആക്കിയോന്ന് എനിക്കൊരു സംശയം. ഈ ഉല്ലാസേട്ടന് നേരത്തെ ഭയങ്കര പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നി. അല്ല, ഞങ്ങള് ഈ സ്റ്റേജിലുള്ള പലരുമായിട്ട് എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞങ്ങള് പല ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ ഞങ്ങൾ പല ഷോസും. ഞങ്ങൾ ഓസ്ട്രേലിയ പോയായിരുന്നു. നിങ്ങൾ ഓസ്ട്രേലിയ പോയിട്ടുണ്ടോ? ടൂർ പോയതാ. അവിടെ ആളുകളെ ഞങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ എബ്രഡ് ഷൈൻ സംവിധാനം ചെയ്ത ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയിരുന്നു. അമേരിക്കയിൽ ഒരുമിച്ച് പോയിട്ടുണ്ട്. ഈ പരിപാടിയുടെ ഫ്രണ്ടില് നമ്മുടെ ഫസ്റ്റ് മറ്റേ നാട്ടു അതെ, ഞാനും തങ്കച്ചനും ആയിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നാട്ടിനാട്ട് ഞങ്ങൾ അപ്പുറം ഇപ്പുറം മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട് അതിന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. പിന്നെ പക്ഷെ അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു കേട്ടോ. എല്ലാ സ്റ്റേജസിലും ഹിറ്റ് ആയിരുന്നു. തെറ്റിച്ചെങ്കിലും അതിലൊരു ചേർച്ചയുണ്ടായിരുന്നു. അത് പിന്നെ ഇവിടുന്ന് പോയ ആൾക്കാരല്ലേ. ചേട്ടാ, ഇവർക്കൊന്നും എന്റെ വില അറിയാൻ പാടില്ല. ഞാൻ ഏതൊക്കെ രാജ്യത്ത് പോയി എന്തെല്ലാം ചെയ്യണു, എന്തൊക്കെ തെറ്റിച്ചു. ഉല്ലാസേട്ടന്റെ ആ സുഗല്ലയിലേക്ക് നമുക്ക് വരാം. എന്തൊരു വർഷത്തിന് മുമ്പാണ് ഞങ്ങള് ഒരു ഉഗ്രം കഥയുണ്ട് ചേട്ടാ. ഉഗ്രനായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ഞങ്ങള് പ്രോഗ്രാം ഇല്ലാത്ത ദിവസം ഒരു ദിവസം ഞങ്ങളുടെ സ്പോൺസറുടെ വീട്ടിൽ കൂടി പതിവില്ലാത്താണോ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ചേട്ടനെ പിടിച്ചിട്ട് 2-3 മുമ്പോ എടുത്തു. കൂടിയതിന് ശേഷമായിരിക്കും കേട്ടോ. പിറ്റേ ദിവസം ഞാനിതൊക്കെ മറന്നേ കാറിൽ ഫ്രണ്ടിലിരിക്കുക. ഞാനും സുരാജും ഒക്കെ ബാക്കി ഇരിക്കുമ്പോ പുള്ളി സുരാജ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എന്റെ ഭാര്യ പോലും എനിക്ക് ഇത്ര ഉമ്മ അപ്പൊ ഓരോരോ വിഷമങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ശരി, ഓക്കെ. ഇദ്ദേഹം കൂടി ഇപ്പൊ പാട്ട് പാടിയോ? ഇല്ല, ഞാൻ പാടിയില്ല. ഞാൻ ചിലപ്പം പാടിയിട്ടുണ്ടാവും. ഞാൻ സ്ഥിരം ഷോസിന് പോകുമ്പോ പാട്ടിന്റെ ഒരു റെഗുലർ പരിപാടിയാണ്. അപ്പൊ സ്റ്റാർ മാജിക് ഒരു ഷോ ആണ്. നമ്മൾ കുറച്ച് സംഗീതം കൂടെ നമുക്ക് കോമഡി ഷോ ചെയ്തിട്ടില്ലേ? ഞാൻ 10ാം വളവിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. 10ാം വളവിൽ. ഈ ചേട്ടനെ ഞാൻ 10ാം വളവിൽ കണ്ടിട്ടില്ല. സിനിമ കാണണോടി. ഞാൻ സിനിമ കണ്ടതാ. അതിൽ ഞാൻ ചേട്ടനെ കണ്ടില്ല. ഒരുമിച്ചല്ലേ എല്ലാ സീനിലും ജീപ്പിൽ വരുന്നത്. ചേട്ടന്റെ അമ്മയുടെ കഞ്ഞുകൂടി മുട്ടിച്ചവളായി നിൽക്കുന്നത്. അതെന്താ? സൂസു എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവക്കടെ ഒറ്റ അഭിനയത്തിന്റെ മികവ് കാരണം കട്ട്